കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് പോയി വന്നതാണ് ഡോക്ടറെ. അന്ന് കുറേയധികം നേരം സ്വിമ്മിംഗ് പൂളിൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ചെവിയിൽ അസഹനീയമായ വേദനയും നീരൊലിക്കലും പനിയും ഒക്കെ ഉണ്ട്. ഈ ഒരു പ്രശ്നവുമായി OPയിൽ ഒരുപാട് പേർ എത്താറുണ്ട്. ചെവിയിലെ പൂപ്പൽ അണുബാധ അഥവാ ഓട്ടോമൈക്കോസിസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഓട്ടോമൈക്കോസിസ് എന്തുകൊണ്ടുണ്ടാവുന്നു, എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം, ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ ചെവിയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഏറ്റവും പുറം ഭാഗത്തെ ഔട്ടർ ഇയർ, പിന്നെ നടുവിലുള്ള മധ്യകർണം, ഏറ്റവും ഉള്ളിൽ ആന്തരിക കർണം. ചെവിയുടെ ഏറ്റവും പുറം ഭാഗത്തുള്ള ഇയർ കനാലിലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഓട്ടോമൈക്കോസിസ് അഥവാ ചെവിയിൽ വരുന്ന ഫംഗൽ അണുബാധ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഫംഗൽ അണുബാധ ചെവിയിൽ ഉണ്ടാവുന്നത്? കൂടുതലായിട്ടും വളരെ ചൂടുള്ള ഈർപ്പമുള്ള കാലാവസ്ഥയിലാണ് ചെവിയിൽ ഫംഗസിനുള്ള സാധ്യത കൂടുന്നത്. മഴ പെയ്യുന്ന സമയത്ത് പൂപ്പലിന്റെ സ്പോർസ് പുറത്തുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാവും. കാറ്റടിക്കുമ്പോഴും മറ്റും ഇത് നമ്മുടെ ചെവിയിൽ കയറിയാൽ ഓട്ടോമൈക്കോസിസിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോഴും അതല്ലാതെ തന്നെ ഷവറിന്റെ അടിയിൽ നിൽക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ ചെവിയിൽ വെള്ളം കയറാം. ഇതും ചെവിയിലെ പൂപ്പൽ അണുബാധയ്ക്കൊരു കാരണമാണ്. പ്രമേഹ രോഗമുള്ളവരിൽ ചെവിയിലെ ഫംഗൽ ഇൻഫെക്ഷൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുറമേ നിന്നുള്ള സാധനങ്ങൾ ഇട്ട് ചെവി ചൊറിയുന്ന ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഫംഗൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കോട്ടൺ ബഡ്സ് റെഗുലറായിട്ട് ഉപയോഗിച്ച് ചെവി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ചെവി തോണ്ടി, താക്കോല് തുടങ്ങിയവയൊക്കെ ഇട്ട് ചെവി എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫംഗൽ അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണം, ചെവിയുടെ മധ്യകർണത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അവിടെ നിന്ന് പഴുപ്പ് പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചെവിയിൽ എപ്പോഴും ഒരു നനവ് സൃഷ്ടിക്കുന്നു. ഈ നനവ് അവിടെ നിൽക്കുന്നത് മൂലവും ചെവിയിൽ പൂപ്പൽ അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. ചെവിയുടെ ടിംപാനിക് മെമ്പറൈൻ അഥവാ ഇയർ ഡ്രമ്മിന് ഹോൾ ഉള്ളപ്പോൾ ഡോക്ടർമാർ ചിലപ്പോഴൊക്കെ തുള്ളിമരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. ഈ തുള്ളിമരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരുപാട് കാലം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഫംഗൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് അടങ്ങിയ തുള്ളിമരുന്നുകൾ ചെവിയിൽ നിരന്തരം ഉപയോഗിക്കുന്നവർക്കും ഫംഗൽ ഇൻഫെക്ഷൻസിനുള്ള സാധ്യതയുണ്ട്. പിന്നെ തലയിൽ കാണുന്ന താരൻ, സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് ഇതിനെ മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. സെബോറിക് ഡെർമറ്റൈറ്റിസ്, അതുപോലെ സ്കിന്നിലും തലയിലും ഒക്കെ വരുന്ന സോറിയാസിസ് എന്ന ചർമ്മരോഗം, ഇതിലൊക്കെ ചെവിയിൽ ഫംഗൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ചെവിയിൽ അസുഖമുണ്ടാക്കുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 2 തരമാണ്, ആസ്പെർജില്ലസ് സ്പീഷീസും കാൻഡിഡ സ്പീഷീസും. ആസ്പെർജില്ലസ് തന്നെ 2 തരമുണ്ട്, ആസ്പെർജില്ലസ് നൈഗറും ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസും. ഏത് ഫംഗസ് ആണോ നമ്മുടെ ചെവിയെ ബാധിച്ചിരിക്കുന്നതനുസരിച്ചിരിക്കും ചെവിയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന നീരൊലിക്കലിന്റെ കളറ്. കാൻഡിഡയാണ് നിങ്ങൾക്ക് അണുബാധ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വെള്ള കളറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും പുറമേക്ക് വരിക. ആസ്പെർജില്ലസ് നൈഗർ ആണെങ്കിൽ വളരെ കറുത്ത ഡെപ്പോസിറ്റ് ചെവിയുടെ ഉള്ളിൽ കാണാം. നമ്മൾ സാധാരണ ബ്രെഡിലൊക്കെ പൂപ്പല് പിടിക്കുമ്പോൾ കാണുന്നത് പോലെ ചെവിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇത് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഫംഗൽ അണുബാധയുടെ ലക്ഷണങ്ങൾ? ചെവിയിൽ അസഹനീയമായ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടാം. ഈ പൂപ്പലിന്റെ അംശങ്ങൾ ചെവിയിൽ നിൽക്കുന്നത് കൊണ്ട് ചെവി എപ്പോഴും അടഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക, ചെവിയിൽ നിന്ന് നീരൊലിക്കുക, കേൾക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഒരു ENT ഡോക്ടറെ കാണിക്കുക. വലിയ ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു ENT ഡോക്ടർക്ക് ഈ പൂപ്പൽ അണുബാധ ഡയഗ്നോസ് ചെയ്യാനാവും. ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം വെച്ച് ചെവി നോക്കിയാൽ തന്നെ ഈ ഫംഗൽ അണുബാധ കണ്ടെത്താനാവും. ചിലപ്പോൾ ഓട്ടോ എൻഡോസ്കോപ്പിയും ചെയ്തേക്കാം. അപ്പോൾ ഈ ഫംഗൽ അണുബാധ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ചെയ്യേണ്ടത് ചെവിയുടെ ഉള്ളിൽ നിന്ന് ഇത് വളരെ തറവായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. സക്ഷൻ മെഷീൻ ഉപയോഗിച്ച് ഫംഗൽ ഡെബ്രി ഒന്നും അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതെല്ലാം പുറത്തേക്ക് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ നൽകുന്ന മരുന്നുകൾ അവിടെ ഫലപ്രദമാവുകയുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ചെവിയിൽ ഫംഗസിനെതിരെയുള്ള തുള്ളിമരുന്നുകൾ ഉപയോഗിക്കാം. ഒരു 2 തുള്ളി വെച്ച് രാവിലെയും വൈകിട്ടും തുടർച്ചയായിട്ട് 10 മുതൽ 14 ദിവസം വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. സാധാരണ രോഗികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് ഒരു 5 ദിവസം മരുന്ന് ഒഴിക്കുമ്പോഴേക്കും ഈ വേദനയും ചൊറിച്ചിലും എല്ലാം മാറിക്കിട്ടും. അപ്പോഴവർ ഈ മരുന്ന് നിർത്തുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു
ബാക്കിയായിട്ടുള്ള ഫംഗൽ സ്പോർ അവിടെ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഫംഗൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കുറഞ്ഞാലും ഒരു 10 മുതൽ 14 ദിവസമെങ്കിലും ഈ ഇയർ ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടതാണ്. വേദനയോ പനിയോ ഒക്കെ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം തന്നെ കഴിക്കുക. ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചെവിയിൽ വെള്ളം കയറാതിരിക്കാൻ മുങ്ങിക്കുളിക്കൽ ഒഴിവാക്കുക. ഷവറിന്റെ അടിയിൽ കുളിക്കുമ്പോൾ ചെവിയിൽ വെള്ളം ഉള്ളിലോട്ട് കയറാതിരിക്കാൻ ഒരു കോട്ടൺ ബോൾ തിരികെ വെക്കാം. ഈ കോട്ടൺ ബോളിൽ വാസലിനോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തേച്ച് വെച്ചാൽ ചെവിയുടെ ഉള്ളിൽ വെള്ളം കയറില്ല. നല്ല ലൂബ്രിക്കേറ്റ് ചെയ്ത് ഒരു പഞ്ഞി ചെവിയുടെ ഉള്ളിൽ കരുതുക. പുറമേ നിന്ന് ചെവി തോണ്ടിയോ തീപ്പെട്ടിക്കൊള്ളിയും താക്കോലൊന്നും ഉപയോഗിച്ച് ഈ സമയത്ത് ചെവി തോണ്ടാതിരിക്കുക. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം കൃത്യമായിട്ട് മരുന്നുകൾ ഒഴിച്ച് ഒരു ഫോളോ അപ്പിന് ഡോക്ടറെ അടുത്ത് പോവുക. ഈ ഫോളോ അപ്പ് ചെവിയിലെ ഫംഗൽ ഇൻഫെക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അപ്പോഴായിരിക്കും വീണ്ടും ചിലപ്പോൾ ചെവിയിൽ ചെറിയ ഫംഗൽ സ്പോർട്സ് നമ്മൾ കാണുക. അത് വീണ്ടും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താൽ ഇനി പൂപ്പൽ അണുബാധ വരാതിരിക്കാനുള്ള സാധ്യത കുറയും. ചെവിയിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ ഷുഗർ നില കൺട്രോളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ചെവിത്തോണ്ടിയും കോട്ടൺ ബഡ്സും താക്കോലും ഒക്കെ ഇട്ട് ചെവിയിൽ തിരിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് നിർബന്ധമായിട്ടും നിർത്തുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു തുള്ളി മരുന്നും ചെവിയിൽ അനാവശ്യമായിട്ട് ഒഴിക്കരുത്. സ്ഥിരമായിട്ട് സ്വിം ചെയ്യുന്ന ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ സ്വിം ചെയ്യുന്ന സമയത്ത് ഒരു ഇയർ പ്ലഗ് കരുതുക. സ്ഥിരമായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ കുളിക്കുന്ന സമയത്ത് വാസലിനിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ മുക്കിയ ഒരു കോട്ടൺ ബോൾ ചെവിയിൽ കരുതി വെക്കാം. പിന്നെ വിരലിട്ട് പോലും ഒരിക്കലും ചെവിയുടെ ഉള്ളിൽ തിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെവിയിൽ പൂപ്പൽ അണുബാധ എങ്ങനെ ഉണ്ടാവുന്നു? ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫംഗൽ ഇൻഫെക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെവി ക്ലീൻ ചെയ്യുന്നതിന്റെ ആവശ്യകത, ഇതിന്റെ ട്രീറ്റ്മെന്റ് എത്രത്തോളം തുടരണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ. എത്ര കാലം കൂടുമ്പോൾ ചെവി ക്ലീൻ ചെയ്യണം, ചെവിയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊന്ന് അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണേ.